ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയ്ക്ക് വമ്പൻ പദ്ധതിയുമായി കേന്ദ്ര ബജറ്റ്. AI വിദ്യാഭ്യാസത്തിന് 3 പ്രത്യേക കേന്ദ്രങ്ങൾ രാജ്യത്ത് തുടങ്ങും. Center of Excellence in AI for Education. I had announced 3 centers of excellence in artificial intelligence for agriculture, health and sustainable cities in 2023. Now a center of excellence in artificial intelligence for education will be set up with a total outlay of 500 crores. ബൽറാം തുടരുന്നുണ്ട്. ബൽറാം, ഈ കഴിഞ്ഞ ദിവസമാണ് അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് ചൈന അവരുടെ ഡീപ് സീക്കിൽ ചെയ്തത് എന്താണോ അതിനേക്കാൾ മെച്ചപ്പെട്ട തരത്തിൽ 10 വർഷം കൊണ്ട് കുറഞ്ഞ നിക്ഷേപത്തിൽ ഇന്ത്യക്ക് AI മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയും, അതിനൊരു വലിയ പദ്ധതി തയ്യാറാക്കുന്നുണ്ട് IT മന്ത്രാലയം എന്ന് പറഞ്ഞു. അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് ഒരു പക്ഷേ ബജറ്റിലെ ഈ പ്രഖ്യാപനം വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ്. ചൈനയെ മറികടക്കുക അല്ലെങ്കിൽ ചൈന ഈ മേഖലയിൽ ഉയർത്തുന്ന അവരുടെ സാധ്യതകൾ കണ്ടെത്തുന്നതിനപ്പുറത്തേക്ക് പോവുക എന്നതാണോ ബജറ്റ് പ്രഖ്യാപനത്തിൻ്റെ ഈ വിഷയത്തിലെ ഊന്നൽ? വിജയകുമാർ, അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ഇന്ത്യയുടെ വികസിത് ഭാരത് 2047 എന്നിവ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ കാൽവെപ്പുകൾ ഈ ബജറ്റിൽ ഉണ്ട് എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം അശ്വിനി വൈഷ്ണവ് ഇതുമായി ബന്ധപ്പെട്ട് AI സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയുടെ സ്വപ്ന പദ്ധതികൾ, ലക്ഷ്യങ്ങൾ എന്നിവ വ്യക്തമാക്കിയിരുന്നു. അതിലുള്ള ഒരു കാൽവെപ്പാണ് AI വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയത്. ഇനിയും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും ബജറ്റിൽ എന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നുവെങ്കിലും AI ഈ ബജറ്റിൽ ഇടം പിടിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒപ്പം ഇത് ചൈന എന്ന ഈ സാങ്കേതിക മേഖലയിൽ ഒപ്പം തന്നെ ഉൽപാദനത്തിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന് വെല്ലുവിളി ഉയർത്താൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം എന്ന് നമുക്ക് വിലയിരുത്താം. ഇതോടൊപ്പം തന്നെയാണ് ലിഥിയം ബാറ്ററിയുടെ പ്രാദേശികമായ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഉള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. നിലവിൽ ഇപ്പോൾ ലോകത്ത് തന്നെ ബാറ്ററി, മൊബൈൽ ഫോണിന്റേതായാലും വാഹനങ്ങളുടേതായാലും ബാറ്ററി ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ചൈന. ആ മേഖലയിലേക്ക് കൂടി ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അത്തരത്തിലൊരു പ്രഖ്യാപനവും ഈ ബജറ്റിൽ ഉണ്ട്. ഈ ബാറ്ററി നിർമ്മാണത്തിന്റെ അസംസ്കൃത വസ്തുക്കളുടെ തീരുവ കുറച്ചുകൊണ്ടാണ് ഈ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒരു പ്രഖ്യാപനം, അത്തരത്തിലുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാർ ഈ ബജറ്റിലൂടെ നടത്തുന്നത്. ഇത്തരത്തിൽ വിവിധ മേഖലകൾ, പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യ, നിർമ്മാണ ഉൽപാദന മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യത്തെ ഒരു ദീർഘകാല ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. അതിന്റെ ഉദാഹരണമായാണ് ഈ ബാറ്ററി നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാനുള്ള നീക്കത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. സമാനമായി തന്നെ മറ്റ് മേഖലകൾ, MSME മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ, ഈ വായ്പാ ലളിതവൽക്കരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ എന്നിവയും പ്രാദേശിക ഉൽപാദനം അല്ലെങ്കിൽ കുടിൽ വ്യവസായം എന്നിവയെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യം വെച്ച് തന്നെയാണ്. ചൈനയ്ക്ക് ഒരു വെല്ലുവിളിയായി രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കൂടാതെ ഈ ആഭ്യന്തര വിപണിയിൽ പണം എത്തിക്കാൻ ആവശ്യമായ പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അത്തരത്തിലുള്ള നീക്കമുണ്ടാകുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. അത് ഈ അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്കൊപ്പം തന്നെ വിദേശ നിക്ഷേപത്തിലൂടെയും അത് സാധ്യമാക്കാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെയാണ് ഈ ഇൻഷുറൻസ് മേഖലയിലേക്ക് 100% വിദേശ നിക്ഷേപം എന്ന പ്രഖ്യാപനം വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ അതിൽ വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ എന്നുള്ളത് ഈ പ്രീമിയം തുക മുഴുവനായും രാജ്യത്ത് തന്നെ ചെലവഴിക്കണം എന്നുള്ളതാണ്. ഇതിലൂടെ ആ പണം ഉൾപ്പെടെ വിപണിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും ജനങ്ങളുടെ കൈവശത്തേക്ക് അല്ലെങ്കിൽ സാധാരണക്കാരുടെ, ഇടത്തരക്കാരുടെ കയ്യിലേക്ക്, വിപണിയിലേക്ക് പണം എത്തിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു നീക്കങ്ങളിലൂടെ കണക്കാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇടത്തരക്കാരുടെ കയ്യിൽ കൂടുതൽ പണമുണ്ടാവുക, അങ്ങനെ വിപണി ചലിക്കുക, അതിലൂടെ സമ്പദ് വ്യവസ്ഥ വളരുക. ഇതാണ് ഒരുപക്ഷെ ഈ ആദായ നികുതി ഇളവ് കൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ പണം ഓഹരി വിപണിയിലേക്ക് എത്തില്ല എന്നതുകൊണ്ടാണോ എന്നറിയില്ല. ഈ പ്രഖ്യാപനം വന്ന ശേഷം ഓഹരി വിപണിയിൽ വലിയ സന്തോഷമില്ല. ഒരു 300, 350, 400 പോയിന്റിന്റെ ഉയർച്ച മാത്രമേ സെൻസെക്സിലുള്ളൂ. ഒരു ഘട്ടത്തിൽ 1000 പോയിന്റിന് മുകളിലേക്ക് വന്നതാണ്. അതുകൊണ്ട് അതിലൊരാശയക്കുഴപ്പം ക്യാപിറ്റൽ മാർക്കറ്റിനുണ്ട്, അല്ലെങ്കിൽ ഓഹരി വിപണികൾക്കുണ്ട് എന്ന് തോന്നുന്നു. അത്ര വലിയ സന്തോഷം ഓഹരി വിപണിയിൽ കാണാനില്ല. പക്ഷേ അപ്പോഴും ഈ
ഈ വാഹന ഓഹരികളുടെയൊക്കെ വില ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട് എന്നതും പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഈ ന്യൂക്ലിയർ മേഖലയിലേക്കുള്ള സ്വകാര്യ നിക്ഷേപം, അതുപോലെ ഇൻഷുറൻസ് മേഖലയിലെ 100% വിദേശ നിക്ഷേപം, ഈ വിഷയത്തിലൊക്കെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇടതു പാർട്ടികൾക്കൊക്കെ വലിയ വിയോജിപ്പുള്ള കാര്യമാണ്. അതിലൊക്കെ പ്രതികരണം വരാനിരിക്കുന്നു.